ഹലോ ഗൈസ്, കശ്മീരിൽ നിന്ന് ഉടനെ ചാടിത്തുള്ളി വന്ന എൻ്റെ ഉദ്ദേശം എന്താണെന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിനി. എൻ്റെ മേമേൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു. ഞങ്ങൾ കസിൻസ് എല്ലാവരും കാത്തിരുന്ന കല്യാണമാണെങ്കിൽ പോലും ഞങ്ങൾ പലരും ഉണ്ടായിരുന്നില്ല. ബൈ ദ ബൈ കല്യാണം കൊടകിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പകുതിക്ക് ഇറങ്ങിയിട്ടുണ്ടായിനി. ആ ബസ്സിലേക്ക് നോക്കൂ എൻ്റെ പേര്. പിന്നെ ഞാൻ പുറത്തേക്ക് വെറുതെ നോക്കിയിരിക്കുന്നതാണ്, വലിയ കാര്യമൊന്നുമില്ല. ഈ കൊടക് റൂട്ടിലേക്കൂടെ ഞാൻ കുറേ പോയിട്ടുള്ളൂ. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ കുടുംബത്തിലെ ആദ്യത്തെ കല്യാണമാണിത്. സ്വാഭാവികമായിട്ട് ഉണ്ണിയാട്ടം വേണ്ടതാണ്, പക്ഷെങ്കിലും അവന് ലീവ് കിട്ടിയിട്ടില്ല. ഞാൻ മാത്രമേ വന്നിട്ടില്ല. ആരോ രണ്ടാൾ സാരി കൊള്ളാന്ന് പറഞ്ഞുകൊണ്ട് അതെടുത്തിട്ടുള്ള പട്ടി ഷോ ആണ് നിങ്ങളിപ്പം കാണുന്നത്. ഞങ്ങളവിടെ എത്തിയപാട് തന്നെ വെൽക്കം ഡ്രിങ്കിൻ്റെ ഒപ്പം വെൽക്കം സ്നാക്സ് കൂടി ഉണ്ടായിനി. ആർത്തി സ്പെഷ്യൽ സ്നാക്സ് ആയതുകൊണ്ട് തന്നെ എന്ത് കിട്ടിയാലും തിന്നുന്നുള്ള അവസ്ഥയായതുകൊണ്ടും ഞാനത് കഴിച്ചു നോക്കിയിട്ടുണ്ടായിനി. ഞാനങ്ങനെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നൊരു കൂട്ടത്തിലേ അല്ല. ഇത് പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കിയിട്ടുള്ളതുകൊണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാന്ന് വെച്ച് വാങ്ങിയതാണ്. കുറേ സാധനം നമ്മുടെ നാട്ടിലുള്ളത് തന്നെ, പലതും വെറൈറ്റി ആയിരുന്നു അവരെ നാട്ടിലെ. കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാനും എൻ്റെ വന്ന കസിൻസ് എല്ലാവരും കൂടിയിട്ട് സംസാരിച്ച് ഞങ്ങളത് കഴിക്കലായിരുന്നു. വെല്ലുമ്മ വന്നിട്ട് ഇപ്പം ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരും എന്തെല്ലാം സാധനം. ഇതല്ലേ വെറൈറ്റി ഡിഷ് എന്നാ ഇതെല്ലാം മണ്ടിയും സമൂസയും പരിപ്പുവട തക്കാളി മുക്ക് ഇതെല്ലാം ഇട്ട് നമുക്ക് ഇവർ വന്നപാട് വെൽക്കം സ്പെഷ്യൽ കിഴങ്ങ് കറിവേപ്പില പച്ചമുളക് കൂട്ടി അരച്ചത് രസമുണ്ടല്ലോ. ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ജസ്റ്റ് 1.5 മാസമായിട്ടേ ഉണ്ടായിരുന്നിട്ടു ആ സമയത്ത്. എന്നാലും എല്ലാവരും എന്നെ യൂട്യൂബർ വരുന്ന എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. അത് കേട്ടേരോ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ അനിയന്മാരും അനിയത്തിയും. എൻ്റെ ഒരനിയൻ വന്നിട്ടുണ്ടായിട്ടില്ല, ഓനും ലീവ് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. കുറേ സമയം പുറത്ത് നിന്ന് വെയിൽ കൊണ്ടേരം എന്തുകൊണ്ട് അകത്ത് കയറി ഇരുന്നൂടാന്നുള്ള ബുദ്ധിയിൽ ഞങ്ങൾ അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ടായിന്. ഇത് ശ്രേയേട്ടത്തിയാണ് അവിടെ നിൽക്കുന്ന ഞാനും മേമിയും കൂടി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി നടന്നതാണ്. ഏച്ചി വേക്കുന്ന ആൾ നോക്കുന്നുണ്ട്, താത്തോ താത്തോ എന്ന് പറയുന്നതാണ്. ഏട്ടൻ വന്നിട്ട് ആദ്യം ഇരുന്നു, പുറകെ കല്യാണ പെണ്ണ് വന്നു. കല്യാണ പെണ്ണ് പോയപ്പാട് വീണ്ടും ഏട്ടൻ സ്റ്റേജിലേക്ക് കയറി. പിന്നെ താലി കെട്ടുമെല്ലാം ഷടപടേന്നായിരുന്നു. അവരെ കുറേ ആചാരങ്ങളും ഉണ്ടായിന്, ഞങ്ങളെ ആചാരങ്ങളും ഉണ്ടായിന്. ഏച്ചി മലയാളി തന്നെയാണ്, അവർ ആ നാട്ടിലേക്ക് മാറി നിൽക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടക്ക് പെങ്ങന്മാരെ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരെയും സ്റ്റേജിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്ക് അങ്ങനത്തെ ചടങ്ങില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സ്റ്റേജിൻ്റെ പുറകിലേക്ക് മാറി നിന്നിട്ടാണ് ഉണ്ടായിനി. അങ്ങനെ ഞങ്ങൾ കുറേ നാളായിട്ട് കാത്തിരുന്ന ഏട്ടൻ്റെ കല്യാണവും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊന്നും ആരെ കല്യാണവും ഇല്ല. അയ്യോ അങ്ങനെ പറയാൻ പറ്റട്ടെ, ഒരു 3-4 മാസം കഴിയുമ്പോൾ നീല സാരി എടുത്ത് എൻ്റെ ചേച്ചീൻ്റെ കല്യാണം ഉണ്ട്. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വന്നുകൊണ്ടും നട്ടുച്ചയായോണ്ടും വിശപ്പിൻ്റെ വിളി നമുക്ക് നല്ലോണം അറിഞ്ഞിട്ടുണ്ടായിനി. ബൊഫെ പാർട്ടി ആയിരുന്നു ആടെ. ഒരു കുപ്പി വെള്ളം ഇങ്ങനെയാന്ന് കൊടുത്തിട്ടുണ്ടായിനി. ഞങ്ങൾ ലൈനിൽ നിന്നിട്ട് ഭക്ഷണം മേടിക്കാൻ പോയിട്ടുണ്ട്. എല്ലാ വിധത്തിലുള്ള ഭക്ഷണവും ആടെ ഉണ്ടായിനി. മട്ടൻ ബിരിയാണിയും സദ്യയും ചില്ലി ചിക്കനും ചപ്പാത്തിയും പൂരിയും അങ്ങനെ വേണ്ട എല്ലാ ഭക്ഷണവും ഉണ്ടായിനി. ഞാൻ മട്ടൻ കഴിക്കാത്തതുകൊണ്ട് അത് വാങ്ങണ്ടെന്ന് വെച്ചാൽ, എന്നാലും ചേച്ചി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, അത് കഴിക്കാണ്ട് തിന്നാൽ പോരെ, ചോറ് മാത്രം തിന്നാന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിനി. മട്ടൻ ഞാൻ ഒട്ടും കഴിക്കൂല, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനം ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയില്ല, ഞാനൊരു ഫുഡി അല്ല, ഫുഡിനോടൊട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ വെറൈറ്റി ക്യൂസീൻസ് ഒന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കലുമില്ല, അങ്ങനെ ഒരു ആഗ്രഹവും എനിക്കില്ല. ഇവരെല്ലാം നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ജിലേബി ഉണ്ടായിരുന്നു. ജിലേബി ഫ്രൂട്ട്സും അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് എടുത്തിട്ടുണ്ടായിന്. മധുരവും ഞാൻ അധികം കഴിക്കില്ല, എന്നാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കി, നല്ല രസമുണ്ടായിന്. ഫ്രൂട്ട്സ് ഞാൻ നന്നായിട്ട് കഴിക്കും, അത് ഞാൻ ഒരുപാട് കഴിക്കുകയും ചെയ്തിന്. കുറേ വെള്ളവും കുടിച്ചു. അങ്ങനെ എൻ്റെ വിശപ്പ് ഞാൻ അടക്കി. ബിരിയാണി ഞാൻ കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് വെള്ളം കഴിക്കാൻ ഇരുന്നിട്ടേ ഉണ്ടായിട്ടു. ഇവളെല്ലാം സൊറ പറഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ചേച്ചീൻ്റെ കസിൻസിൻ്റെ ഡാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങളെ പട്ടി ഷോ. കുറച്ച് പൂവാർന്ന് കിട്ടിയിട്ടുണ്ടായി, അതിനെ കൊണ്ട് കളിക്കാൻ പറ്റുന്ന അത്രത്തോളം ഞങ്ങൾ അവിടെ ഇരുന്ന് കളിച്ചിട്ടുണ്ടായിനി. നമ്മളെല്ലാവരും ഒത്തുകൂടിയാൽ ലോകത്തില്ലാത്ത കഥ വെച്ചും നമുക്ക് പറഞ്ഞ് ചിരിക്കാനുണ്ടാവും. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ കൂടിയാലും കുറേ പറയാനുണ്ടാവുന്നതാണല്ലോ ഒരു നാട്ടു നടപ്പിൽ എല്ലാവരും പറയല്. അങ്ങനെ ഞങ്ങളെ സൊറവറയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും പോകാനായോ എന്നറിയാൻ വേണ്ടി ഞാനൊരു റൗണ്ട് ഇങ്ങനെ നടന്നു. കാരണം അത്രയും അടുത്ത് ടയേർഡായിട്ടുണ്ടായിരുന്നു. ഇനി പേടി എത്തണം എന്നുള്ള ആലോചനയിൽ ഞാൻ എല്ലാവരെയും പോയി വിളിച്ചു, നമുക്ക് ബസ്സിൽ പോയിരിക്കാം എന്ന് പറഞ്ഞിട്ട്.
പിന്നെയാണെങ്കിൽ ചേച്ചി എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് സങ്കടഭരിതമായിട്ട് ഇറങ്ങുന്നുണ്ടായിനി. എനിക്കും നല്ല വിഷമമായി. ഞാൻ ഒരു കൊല്ലം മുന്നേ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണല്ലോ എന്നോർത്തപ്പോൾ. പിന്നെ അവരെ കുടകിലെ സ്പെഷ്യൽ ഡാൻസ് എല്ലാം ഉണ്ടായിന്. എല്ലാവരും കൂടി ഡാൻസ് ചെയ്തു. അപ്പോൾ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി റിസപ്ഷൻ വ്ളോഗിൻ്റെ വീഡിയോസ് എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.